നമസ്കാരം. ഞാൻ നിൽക്കുന്നത് മയ്യനാട് റെയിൽവേ സ്റ്റേഷൻ്റെ സമീപമുള്ള രാജുവണ്ണൻ്റെ കൃഷിത്തോട്ടത്തിലാണ്. രാജുവണ്ണൻ എന്ന് പറഞ്ഞാൽ ഇന്നും തന്നെ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. മുൻപൊക്കെ തക്കാളി കൃഷി മാത്രമായിരുന്നു ചെയ്യുന്നത്. അന്ന് തക്കാളിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തക്കാളിക്ക് വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ തക്കാളി കൃഷി മാത്രമല്ല, ചീരകൃഷി, വെണ്ട കൃഷി, അതുപോലെ പടവലം, പീച്ചിങ്ങ, പാവയ്ക്ക, കോളിഫ്ലവർ എന്ന് വേണ്ട എല്ലാവിധ ഐറ്റങ്ങളും ഇതേക്കൂടെ കൃഷി ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു കൃഷിയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. യാതൊരുവിധ കൃത്രിമൂല്യം, അതുകൊണ്ട് ആളുകൾ വന്ന് വാങ്ങിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഇത് ചിലവാകുന്നുണ്ട്. ലാഭമല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം രാവിലെ 5 മണിക്കൂടെ ഇറങ്ങും, വൈകുന്നേരം കയറുന്നത് ഊണ് കഴിക്കുന്ന നേരത്തെ ഒന്ന് കയറി അരമണിക്കൂർ ഉറങ്ങുന്നല്ല, ബാക്കി ഫുൾ ടൈമും ഇതിനകത്ത് തന്നെ. അങ്ങനെ ഈ പഞ്ചാര മണലിലാണ് അദ്ദേഹം, ഈ ചുറ്റുമുള്ളത് പഞ്ചാര മണലിലാണ് ഈ കൃഷി ഇങ്ങനെ നല്ല രീതിയിൽ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും അതുപോലെ അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലവും ഒന്ന് പരിചയപ്പെടാം. ഇതാണ് രാജുവണ്ണൻ്റെ കൃഷിത്തോട്ടത്തിൽ ഇങ്ങനെ വിവിധ ഇനം തക്കാളികൾ. അദ്ദേഹം പറയുന്ന ഇവിടെ ഓറഞ്ച് തക്കാളി ഉണ്ട്, അതുപോലെ ആപ്പിൾ തക്കാളിയുണ്ട്, നാടൻ തക്കാളിയുണ്ട്. മറ്റേ ഈ തക്കാളികളൊക്കെ ഏകദേശം രാജുവണ്ണൻ പറയുന്നത് ഏതാണ്ട് ഒരാഴ്ച നമ്മൾ പിച്ച് വെച്ചാലും അത് കേടാവത്തില്ല എന്നാണ് പറയുന്നത്. കാരണം നല്ല കട്ടിയുള്ള ഒരു വെറൈറ്റി. അതുപോലെ തന്നെ കോളിഫ്ലവറോടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. 1-2 അതിൻ്റെ കായ്ഫലം വന്നു തുടങ്ങിയിട്ടുള്ളൂ. അതുപോലെ പച്ചമുളക് നല്ല രീതിയിൽ നല്ല വിളവ് ലഭിക്കുന്നുണ്ടെന്നാണ്. ഈ പച്ചമുളകിൽ നിന്ന് തന്നെ ഒട്ടേറെ പച്ചമുളക് ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ തന്നെ പരിസരത്തുള്ളവരൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പാവയ്ക്കയ്ക്ക് പുറമെ പടവലവും പാവയ്ക്കൊക്കെ ഏതാണ്ട് കൃഷി അതിൻ്റെ വിളവെടുത്ത് തീർന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ ഇപ്പോൾ കൃഷി കൂടുതൽ ചെയ്യുന്നത് ചീരകൃഷിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ. അതിൻ്റെ കൂടെ തന്നെ പാവലും വളർത്തുന്നുണ്ട്. എൻ്റെ പേര് രാജു. ഇവിടെ എത്ര വർഷമായി ഇങ്ങനെ കൃഷിയൊക്കെ തുടങ്ങി? 3-4 വർഷം 5 വർഷമായി. എന്തൊക്കെ കൃഷിയുണ്ട് ഇവിടെ? എല്ലാ കൃഷിയുണ്ട്. ചീര, തക്കാളി, കോളിഫ്ലവർ, മുളക്, ഇങ്ങനെയുള്ള വഴുതന, വെണ്ട, പീച്ചിങ്ങ എല്ലാം പടവലം സാധനങ്ങളുണ്ട്. ഇതെൻ്റെ പുരയിടമല്ല, മറ്റൊരു വ്യക്തികളാണ്. അവർ നല്ല മനസ്സോടുകൂടി നമുക്ക് ചെയ്യാനായിട്ട് തന്നതാണ്. ഞാൻ അതിനകത്ത് പച്ചക്കറി നടന്നു. ഞാൻ ചോദിക്കട്ടെ, എത്ര മണിക്ക് രാവിലെ ഈ കൃഷിത്തോട്ടത്തിൽ? 5 മണിക്ക് കഴിഞ്ഞിട്ട് ഇവിടെ വെള്ളം, ചീരയ്ക്കൊക്കെ രാവിലെ വെള്ളം ഒഴിക്കുന്ന പതിവാണ്. കാരണം ഇവിടെ ഈ മണലായതുകൊണ്ട് അല്ലേ? അതെ. അത് ഉച്ചയാകുമ്പോഴേക്ക് ഭയങ്കര ചൂടായിരിക്കുമല്ലോ. ഇത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കെമിക്കലില്ല. ഒരു കെമിക്കൽ എന്തൊക്കെ വളമാണ് ചേർക്കുന്നത്? ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങൾ വളമായിട്ട് മാത്രം. ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ വെള്ളം, പിന്നെ ചുണ്ണാമ്പ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വിതറിയിട്ടാണ് കൃഷി തുടങ്ങുന്നത്. ഞാൻ ചോദി, ഈ തക്കാളി എത്ര സൈസ് ഉണ്ട്? തക്കാളി ഇപ്പോഴേ എൻ്റെ ഉള്ളത് ആപ്പിൾ തക്കാളി എന്ന് പറഞ്ഞിട്ടുണ്ട്, പുതിയതായിട്ട് വരുന്നത് ആപ്പിൾ തക്കാളി. നല്ല വിളവുണ്ടോ? നല്ല വിളവുണ്ട്. അല്ലാണ്ട് ഒരു കൊലയിൽ എനിക്ക് തോന്നുന്നു ഒരു 10-18 പിന്നെ വേറെ പിന്നെ വേറെ ഏത്? ആപ്പിൾ തക്കാളി ഉണ്ട്, യെല്ലോ തക്കാളി ഉണ്ട്. ഇതാണ് 2 ഐറ്റാണ് ഇപ്പോൾ കൂടുതലും. ചീത്തയാകുകയല്ല. ഒരു 2-1.5 ആഴ്ച. ഇത് പെട്ടെന്ന് കേടാവില്ല. നല്ല കട്ടിയാണ് എൻ്റെ തൊലി അല്ലേ? എങ്ങനെയുണ്ട് അതിൻ്റെ അകത്ത്? നല്ല മാംസം. നല്ല മാംസം ആണല്ലേ? നല്ല മാംസം. അപ്പോൾ തക്കാളി കഴിഞ്ഞിട്ട് പിന്നെ ഈ കത്തിരിക്ക ഇവിടെ ഒരുപാട് കാണുന്നുണ്ടല്ലോ, വഴുതനങ്ങ അല്ലേ? അതിൻ്റെ പേര് വല്ലതും ഉണ്ടോ വഴുതനങ്ങ? ഇല്ല, വഴുതനങ്ങ നാടനാണ്. നാടൻ വഴുതന. ആവശ്യം പോലെ കിട്ടിയോ? ഇഷ്ടം പോലെ കിട്ടിയോ? കിട്ടി. ഇപ്പോൾ പിന്നെ പീച്ചിങ്ങ ഉണ്ട് ഇവിടെ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഏറ്റവും കൂടുതൽ ലാഭകരം നമുക്ക് എങ്ങനെയുണ്ട് ഇതിനകത്ത്? ഇച്ചിരിയെങ്കിലും നമ്മുടെ ജോലിക്കൂലി കിട്ടുന്ന പണി തക്കാളിയിലും ചീരയിലാണ് ചേട്ടൻ്റെ കണ്ണ്. അതിനകത്താണ് നമുക്ക് ആ ജോലിക്കൂലിയൊക്കെ അല്ലേ? യെല്ലോ തക്കാളി അല്ല, ഇത് പഴുക്കുമ്പോൾ എങ്ങനെയാ? പഴുത്ത് നിൽക്കുകയാണല്ലേ? അത് ശരി. ഇതാണ് യെല്ലോ തക്കാളി. അപ്പോൾ ഇതിന് ആപ്പിൾ തക്കാളി എന്നാ പറയുന്നത് അല്ലേ? അത് നല്ല ചുമചുമായിരിക്കുന്നല്ലേ? ഇതാണത് പീച്ചിങ്ങ. ഇത് എങ്ങനെയാ തോരൻ വെക്കാൻ? ഞാൻ ചോദിക്കട്ടെ, ഇത് അന്നല്ലേ? ഇത് തണുപ്പാണോ അത്? ഇത് എന്തോ മെഴുക്ക് പുരട്ടിയാണോ ചെയ്യുന്നത്? നല്ല ടേസ്റ്റാണ് അല്ലേ?
അവിടെ എന്തെങ്കിലും തൈകൾ വന്നാൽ തന്നെ നമുക്ക് കിട്ടാറില്ല, നമ്മൾ അറിയാറില്ല. അതിൻ്റെ അവിടെ പഞ്ചായത്തിൽ നിന്ന് ആരും അറിയാറില്ല. പഞ്ചായത്തിൽ നിന്ന്, ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അങ്ങോട്ട് ഇവിടെ അങ്കൻവാടിയിലൊക്കെ നോട്ടീസൊക്കെ ഒട്ടിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ അങ്ങനെ ഒരു നോട്ടീസ് ഇപ്പം ഈ കഴിഞ്ഞ മാസം മാത്രം ഒരു നോട്ടീസ് കിട്ടി, ആ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അല്ലാതെ സാധനങ്ങളായിട്ട് ഒരൊറ്റ സാധനങ്ങൾ. ഇതൊക്കെ ചേട്ടാ ഇതിന്റെ സീഡ് വിത്തുകൾ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? ഞാൻ കടയിൽ നിന്ന് പ്രൈവറ്റായിട്ട് കൊല്ലത്തു നിന്നും കൂട്ടിക്കടയിൽ നിന്നാണ്. കൂട്ടിക്കടയാണ് എൻ്റെ മെയിൻ. ആണല്ലേ? കൂട്ടിക്കട കട നിങ്ങൾക്ക് വിശ്വാസമാണ്? നമ്മൾ കൃഷി ചെയ്താൽ നല്ല വിളവ് കിട്ടും അല്ലേ? അതുകൊണ്ട് കട എനിക്ക് ഏറ്റവും പ്രാധാന്യമുണ്ട്. ഞാൻ കൃഷി തുടങ്ങിയ കാലം തൊട്ട്. അത് ഏതാ കട? നമ്മുടെ വിശ്വൻ ഡാക്ടറുടെ ആപ്പോസിറ്റില് ആ ഒരു നമുക്കറിയാം അവിടെ കുറെ ചെടികളൊക്കെ ഉണ്ട് അവിടെ അല്ലേ? സാധനങ്ങൾ വെച്ചു.